ഭൂകമ്പം ഉണ്ടാക്കുന്ന മെഷീനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 1890-ൽ നിക്കോള ടെസ്ല അത്തരത്തിലുള്ള ഒരു മെഷീൻ ഉണ്ടാക്കിയിരുന്നു. അത് ശരിക്കും ഭൂകമ്പം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു മെഷീനല്ല, അതൊരു മെക്കാനിക്കൽ ഓസിലേറ്റർ ആയിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ മെക്കാനിക്കൽ ഓസിലേറ്റർ ഒരു ചെറിയ ഭൂകമ്പം തന്നെ സൃഷ്ടിച്ചു. അദ്ദേഹം ന്യൂയോർക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ബഹുനില കെട്ടിടത്തിൻ്റെ ഉള്ളിൽ വെച്ചായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണം നടത്തുന്നത്. ആ പരീക്ഷണത്തിനിടയിൽ ആ കെട്ടിടം ഒന്ന് ആടി ഉലഞ്ഞു. അവിടെ ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചു. പോലീസുകാർ എന്തായാലും വരുന്നതിന് മുമ്പ് തന്നെ നിക്കോള ടെസ്ല ആ മെഷീൻ പൂർണ്ണമായിട്ടും നശിപ്പിച്ചു കളഞ്ഞു. ഇതിൽ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇത് പൂർണ്ണമായിട്ടും നിക്കോള ടെസ്ലയുടെ തന്നെ ഭാഷ്യമാണ്. നിക്കോള ടെസ്ല നിർമ്മിച്ച ആ ഒരു മെക്കാനിക്കൽ ഓസിലേറ്ററിന് ഒരു വലിയ ഭൂകമ്പമൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല. എന്നാൽ അദ്ദേഹം ഈ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടുള്ള കെട്ടിടം ഒന്ന് കുലുക്കാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചേക്കും. അത്തരത്തിലുള്ള ഒരു കുലുക്കമായിരിക്കും യഥാർത്ഥത്തിൽ അവിടെ നടന്നത്. സംഭവബഹുലമായ നിക്കോള ടെസ്ലയുടെ ജീവചരിത്രം ഈ ചാനലിൽ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, ഒന്ന് പരിശോധിച്ച് നോക്കുക. ഇത്തരത്തിലുള്ള സയൻസ് ഫാക്റ്റുകളും മറ്റ് വിശേഷങ്ങളും ഒക്കെ അറിയാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.